ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിത വിജയം എന്നത് മനുഷ്യ മനസ്സിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആറ്റങ്ങൾ വികസിച്ച് പല മോളിക്യൂളുകളായി, ആ മോളിക്യൂൾസ് വികസിച്ച് പല പദാർത്ഥങ്ങളായി, ഗ്യാസായി, അങ്ങനെ പലതായി, അങ്ങനെ ഈ വികാസത്തിലൂടെ ഈ പ്രപഞ്ചമെന്ന ഈ ഒരു ശക്തി രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് യൂണിവേഴ്സ് എക്സ്പാൻഡ്, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി ബീജം അമ്മയുടെ ഗർഭപാത്രത്തിലെത്തി അവിടം മുതൽ വികസിച്ച് വരികയാണ്. ഇനി വാർദ്ധക്യത്തിൽ അത് സങ്കോചിക്കും, അതിൻ്റെ ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ. ഈ പ്രപഞ്ചത്തിൽ എല്ലാം വികസിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മനുഷ്യ മനസ്സ് വികസിക്കുകയാണോ എന്നതാണ് ചോദ്യം. മനസ്സ് വികസിക്കുകയായിരുന്നെങ്കിൽ ആ മനസ്സിന് പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കരുത്തും ശക്തിയും ഉണ്ടാവില്ലേ? എന്നാൽ നാം നോക്കുമ്പോൾ കാണുന്നത്, എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും ചെറിയ പ്രശ്നങ്ങൾ മതി അവർക്ക് ആത്മഹത്യയ്ക്ക് കാരണമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ IIT-യിലൊരു മലയാളി പ്രൊഫസർ, അയാൾ റിസൈൻ ചെയ്തു. എന്താ കാരണം വെച്ചാൽ അയാളെ ജാതി പറഞ്ഞ ആരോ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. നോക്കണേ, IIT പ്രൊഫസറെ ഒരു ജാതിയുടെ പ്രശ്നം കൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്ക് തോന്നുന്നില്ലേ ജാതിയുടെ പ്രശ്നമാണത്. കാരണം അതും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇത് എത്രയോ മാറ്റം വന്നിട്ടുള്ള കാര്യമാണ്. പറയുന്നത് അതാണെങ്കിലും ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാനസികമായ ചില പ്രശ്നങ്ങളെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ചുരുക്കി പറഞ്ഞാൽ, ആയുധം നല്ലതല്ലാത്തവൻ എപ്പോഴും പണിയെ കുറ്റം പറയും എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ജാതിയായിരുന്നു പ്രശ്നം എന്നുണ്ടെങ്കിൽ നാരായണ ഗുരുദേവനെ പോലുള്ളവർ, അയ്യങ്കാളികളെപ്പോലുള്ളവർ, അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിരിക്കുന്ന അംബേദ്കറെ പോലുള്ളവരൊക്കെ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതവരാണ്. പക്ഷെ അവരൊന്നും തളർന്നിട്ടില്ല, അവരൊന്നും റിസൈൻ ചെയ്ത് പോയിട്ടില്ല. അപ്പം അവർക്കിതൊക്കെ നേരിടാനുള്ള കരുത്തുള്ളത് കൊണ്ട് ഭീരുക്കളെപ്പോലെ ഉൾവലിഞ്ഞില്ല. അപ്പം ഭീരുത്വമാണ് പ്രശ്നം. അപ്പം മനസ്സിൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിനെ വികസിപ്പിക്കുകയല്ല, സങ്കോചിപ്പിക്കുകയാണ്, ഭീരുത്വത്തിലേക്ക്, ദൗർബല്യത്തിലേക്ക്, ദുരിതത്തിലേക്ക്, ദുഃഖത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഈ ഡിസ്കവറി ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൃഗങ്ങൾ ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് തടാകങ്ങളിൽ വരും, പുഴകളിൽ വരുമ്പോൾ അതിലുള്ള വലിയ ക്രൊക്കഡൈൽസ് ഇവറ്റകളെ പിടിക്കും, മൃഗങ്ങളെ. ചിലതെല്ലാം ബുദ്ധിപൂർവ്വം ഈ എന്താ പറയുക, മുതലകളെ ആക്രമിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നവരുമുണ്ട്. എന്നാൽ ഭീരുക്കളെപ്പോലെ ഓടി അവസാനം മരണം കൈവരിക്കുന്നവരുമുണ്ട്. എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഒരു കാട്ടുപോത്തിന് 8-10 സിംഹങ്ങൾ കൂടി നിന്ന് അതിനെ ആക്രമിക്കുകയാണ്. ഈ കാട്ടുപോത്ത് ആദ്യം മനസ്സിലാക്കി അതിൻ്റെ കൂടെ ആരുമില്ല എന്ന്. അത് വളരെ ശക്തിയിൽ അങ്ങോട്ട് കരഞ്ഞ്, ഇതിലേറ്റവും ആക്രമിക്കാൻ ശീലമുള്ളത്, ഈ കാട്ടുപോത്തിനും എവിടുന്നാ ബുദ്ധി കിട്ടിയറിയില്ല, പെൺസിംഹങ്ങളാണ്. ആൺസിംഹങ്ങൾ പൊതുവേ ആക്രമിക്കാൻ അത്ര കരുത്തുള്ളവരല്ല അത്രേ. അപ്പം ഇതിലൊരു ആൺസിംഹം ഉണ്ടായിരുന്നു ഈ ആക്രമിക്കാൻ വന്നതിൽ. കാട്ടുപോത്ത് അതിൻ്റെ നേരെ ചൊല്ലുകയാണ്. പിന്നീട് ആ ആൺസിംഹത്തിനെ അത് തൻ്റെ കൊമ്പ് കൊണ്ട് വലിച്ചെടുത്ത് കൊമ്പിൻ്റെ ഇടയിലിട്ട് ഒരൊറ്റ എറിയലാണ്.
ആ എറിയലോടുകൂടി പെൺസിംഹങ്ങൾ പോലും പേടിച്ച് ചെതറി ഓടുന്ന കാഴ്ച. അതിനെവിടുന്ന് ആ കാട്ടുപോത്തിനെ ബുദ്ധി കിട്ടിയെന്നറിയില്ല. പെൺസിംഹത്തിനാണ് അക്രമശീലം കൂടുതൽ, ആൺസിംഹത്തിനെയാണ് ശക്തി കുറവ്. അതുകൊണ്ട് ആക്രമിക്കേണ്ടത് ആൺസിംഹത്തെയാണ്. അതും കൊമ്പിലിട്ട് അങ്ങോട്ട് വലിച്ച് എറിഞ്ഞ് ശക്തിയിൽ അങ്ങോട്ട് എറിയുകയാണ്. എറിഞ്ഞതും ബാക്കിയുള്ളവർ പേടിച്ചോടുക. ഇപ്പം നോക്കൂ നിങ്ങൾ, ഈ സിംഹങ്ങളൊക്കെ കൂടെ ആക്രമിച്ചിരുന്നെങ്കിൽ കാട്ടുപോത്ത് തീർന്നിട്ടുണ്ടാവും അവിടെ. പക്ഷെ അത് രക്ഷപ്പെടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഞാൻ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുർബല മനസ്സുകൾ അത് പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കും. ധീര മനസ്സുകൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മാർഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്നത് ധീരമാക്കാൻ എന്താ വഴി അറിഞ്ഞിരിക്കട്ടെ. അവിടെയാണ് ഗീതയിലെ അതിഗംഭീരമായ അർജുനൻ്റെ ചോദ്യവും അതിന് കൃഷ്ണൻ നൽകുന്ന മറുപടിയും. ഇന്ന് നാം കാണുന്ന ശ്ലോകം കുട്ടികളെപ്പോലും പഠിപ്പിക്കണം. കാരണം നാളെ അവർ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പ്രേമം പറഞ്ഞിട്ട് അവരെ വലയിൽ വീഴ്ത്തുന്നവർ, അവരെ കളിയാക്കുന്നവർ, അവരെ പല രീതിയിലും ഉപദ്രവിക്കാൻ വരുന്നവർ, ഇതൊക്കെ അവർക്ക് നേരിട്ടിട്ട് കടന്നു പോകണം. അല്ലെങ്കിൽ ഏത് പ്രൊഫസറായിട്ടും എവിടത്തെ പ്രൊഫസറായിട്ടും കാര്യമില്ല. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ എന്നെ കളിയാക്കി, എൻ്റെ ജാതി പറഞ്ഞു, LKG കുട്ടികളെപ്പോലെ ഞാൻ എന്നെ തോണ്ടി, എന്നെ പിച്ച്, എന്നെ നുള്ളി എന്നും പറഞ്ഞ് ഭീരുക്കളെപ്പോലെ ഇറങ്ങി ഓടണം. ഭീരുത്വമല്ല നമുക്ക് വേണ്ടത്, ധീരത്വമാണെങ്കിൽ ഈ ശ്ലോകം കുട്ടികളെ പഠിപ്പിക്കണം. നോക്കാം നമുക്ക് 36-ാം ശ്ലോകം 3-ാമത്തെ. അർജുന ഉവാച അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ഫലാദിവ നിയോജിത. അർജുന ഉവാച. അർജുനൻ എന്ന വാക്കിന് തന്നെ അർത്ഥം ഭീരു എന്നല്ല, ധീരനായ അർജുനൻ. അതായത് തന്നെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് ധീരതയോടെ പറയാനുള്ള കഴിവ്, പറയേണ്ടവരോട് പറയാനുള്ള, ചോദിക്കേണ്ടവരോട് ചോദിക്കാനുള്ള ആർജവത്തിൻ്റെ പേരാണ് അർജുനൻ. പറയാനും ചോദിക്കാനും, അത് ചോദിക്കേണ്ടവരോട് ചോദിക്കണം. നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ കേരളത്തിലുണ്ടല്ലോ, അവർക്ക് വിഷമങ്ങളുടെ അവർ പറയില്ല, ആരോടും ചോദിക്കില്ല. കാരണം അതൊക്കെ മറ്റുള്ളവരറിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇവരെന്താ പിന്നെ മനസ്സിലാക്കാൻ, ഞങ്ങൾ അത്ര മോശക്കാരാണെന്നല്ലേ. അപ്പോൾ ഉള്ളിൽ അങ്ങനെ അടക്കി അമർത്തി അത് പിന്നെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കയറിലോ അല്ലെങ്കിൽ ഒരു സാരിയിലോ ഒതുക്കുവർ കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ദൂപ്പട്ട ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒതുക്കും. അപ്പം ഉള്ളിൽ അമർത്തി വെച്ച് വേദന അനുഭവിച്ച് ദുരഭിമാനത്തിൽ ജീവിക്കുന്നവരല്ല നമുക്ക് വേണ്ടത്. ചോദിക്കേണ്ടവരോട് ചോദിക്കാനുള്ള ആർജവം വേണം. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചില വിഷമങ്ങളുണ്ട്, ഞാൻ അതിനെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ഞാനിത് നിങ്ങളോട് വെറുതെ പറയല്ല, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വലിയ പ്രസംഗം അടിക്കുകയാണ്. നിങ്ങൾ www.bhagavatamvillage.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഒന്ന് പോയി നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നതും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് അതിനുള്ള വഴികൾ, പുറത്ത് കിടക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പം അവിടെ 1000കണക്കിന്, ഒരു 10,000കണക്കിന് ചോദ്യങ്ങളുണ്ടാവും, ലക്ഷക്കണക്കിന് ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്നൊരു വായിച്ചു നോക്കൂ. എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് അവർ അർജുനന്മാരാണ്. അങ്ങനെ അവരെ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ മുസ്ലിം പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്. കാരണം പെൺകുട്ടികളായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള വേദനകൾക്ക് ഇരകളാകുന്നത്. ആൺകുട്ടികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആർജവം വേണം. വിഷമങ്ങളുണ്ടോ, വേദനകളുണ്ടോ? എല്ലാവർക്കും ഉണ്ട് വേദനയും വിഷമവും. ഒരു കാലഘട്ടത്തിൽ ഈ കോവിഡ് ആദ്യമായിട്ട് വന്നപ്പോൾ ഈ കോവിഡ് രോഗികളെ വല്ല
എന്താ പറയുക, ഏറ്റവും വലിയ ഒരു ദുഷ്ടന്മാരൊക്കെ ആയിട്ട് കാണുന്നൊരവസ്ഥ. കോവിഡ് രോഗി എങ്ങാനൊരു ഭാഗത്തുണ്ടെങ്കിൽ എൻ്റെ ഈശ്വര, അന്ന് ആ തുടക്കകാലത്ത് നിങ്ങൾ നോക്കൂ, അവനെ ഓടിച്ചിട്ട് പിടിക്കുക. ആ വീട് മുഴുവൻ എന്തോ ഒരു അപകടമുണ്ടായതുപോലെ. കേരളത്തിലെ മുഖ്യമന്ത്രി ദിവസവും വൈകുന്നേരം വന്നങ്ങനെ കോവിഡിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അവതരിപ്പിക്കുക. എന്നാൽ അതേ മുഖ്യമന്ത്രിക്ക് വന്നില്ലേ കോവിഡ്? ഈ പറഞ്ഞ മന്ത്രിമാർക്കും ഇവരെ പിടിക്കാൻ ഓടിയവർക്കും ചാടിയവർക്കും ഒക്കെ വന്നില്ലേ കോവിഡ്? ഇന്ന് കോവിഡ് രോഗികളെ പിടിക്കാൻ പോയാൽ കേരളത്തിൽ ഇല്ലാത്തവരെ പിടിക്കുകയായിരിക്കും ഭേദം. കാരണം ഇതില്ലാത്തവരായിരിക്കും ഇപ്പോൾ കുറവ്. ആലോചിച്ച് നോക്കി എവിടെ എത്തി കാര്യങ്ങളെന്ന്. ഒരു കാലഘട്ടത്തിൽ നാം എത്രയോ മാരക രോഗമെന്നോ വലിയ ദുരന്തം എന്നൊക്കെ കണ്ടത് ഇന്ന് സർവ്വസാധാരണമായി മാറിയില്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ഇന്ന് കോവിഡ് രോഗി എന്ന് പറഞ്ഞാൽ സാധാരണ പനി പിടിച്ച ആളെപ്പോലെയാണ്. ഒരു ഹോസ്പിറ്റലും അവർക്ക് അഡ്മിഷൻ ഇല്ല, അതിന് കോവിഡ് വാർഡുകൾ തന്നെ. ഇന്നിപ്പോൾ എല്ലാ ഹോസ്പിറ്റലും കോവിഡ് വാർഡുകളാണ്. അതിൻ്റെ അപ്പുറത്ത് മര്യാദയ്ക്കുള്ള രോഗി കിടക്കണം, ഇപ്പുറത്ത് കോവിഡ് രോഗി കിടക്കണം. എന്ത് വ്യത്യാസം! കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതല്ല പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം? ആർജവം വേണം. ലോകം മുന്നോട്ട് നീങ്ങുകയാണ്. പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. അത് വലിയ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളായി മാറരുത്. മനസ്സിലായില്ലേ? അതാണ് പൊതുവെ ആളുകൾക്കുള്ള സ്വഭാവം. ഒരു രസകരമായൊരു കഥ കേട്ടുള്ളത്, മന്ദരോഗം കൂടുതൽ വ്യാപിക്കുന്ന സ്ഥലമാണ് ഈ ആലപ്പുഴ ഭാഗങ്ങളൊക്കെ. അവിടുത്തെ ഈ വെള്ളക്കെട്ടുകളിൽ നിന്നാണ് അത്തരം കൊതുകുകൾ വരുന്നത്. അപ്പോൾ ഈ മന്ദരോഗ ബോധവൽക്കരണത്തിന് കുറേ സ്ത്രീകൾ വീടുകളിൽ കയറി കൊതുകുകളെ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ചുറ്റുപാടെങ്ങനെ ശുദ്ധീകരിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബോധവൽക്കരണം. അപ്പം അതിൽ വന്ന ഒരു ഡോക്ടർ പറഞ്ഞു, നോക്കൂ, ഈ മന്ദരോഗം ഉണ്ടാക്കുന്നത് കൊതുകുകളാണ്. അപ്പം അതിൽ പെൺകൊതുകാണ് ഈ രോഗം നമ്മളിൽ ഉണ്ടാക്കി വയ്ക്കുന്നത്. കാരണം ഈ പെൺകൊതുകൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് പെട്ടെന്ന് രോഗത്തെ വ്യാപിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ ഗൃഹനാഥൻ പറഞ്ഞു, 100% നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ വീട്ടിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നാട്ടിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നത് ഇവിടുത്തെ കുറേ പെൺകൊതുകുകൾ തന്നെയാണ്. എൻ്റെ വീട്ടിലെ സകല പ്രശ്നവും നാട്ടുകാരറിയുന്നത് ഇവിടുത്തെ പെൺകൊതുകുകൾ കാരനാണ്. ഡോക്ടറെ ഇനി പറയൂ, അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? ഈ കൊതുകുകളെക്കുറിച്ച് പഠിപ്പിക്കാൻ പോയ ഡോക്ടർ പെൺകൊതുകുകളിലൂടെയാണ് ഇതൊക്കെ വ്യാപിക്കുന്നതെന്ന് പറയാൻ പോയ ഡോക്ടർക്ക് ഇപ്പോൾ ഇവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കുന്ന ഗതികേടായി. ഭാര്യ അപ്പം തുടങ്ങി, നിങ്ങളല്ലേ മനുഷ്യ, നിങ്ങളുടെ ആൾക്കാരോടൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ പറയും, ഞാനാണോ പറയുന്നത് എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും ഉഗ്രൻ വഴക്ക്. അവസാനം ബോധവൽക്കരണത്തിന് പോയവർക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. കാരണം നാളെ അവർ സാക്ഷികളാകുമ്പോൾ അവർ വല്ലതും അടിപിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അർജുനത്വം ഉണ്ടാവട്ടെ. ചോദിക്കേണ്ടവരോട് ചോദിക്കാനുള്ള അർജുനം. നോക്കാം, എന്താ അർജുനൻ ചോദിക്കുന്നത്? അദക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. ഹേ കൃഷ്ണ, കേന പ്രയുക്ത, കേന ആരാൽ പ്രേരിതമായിട്ടാണ്, കേന പ്രയുക്ത, ശ്രദ്ധിക്കണം, കേന എന്ന് പറഞ്ഞാൽ ആരാൽ പ്രേരിതമായിട്ടാണ് മനസ്സ് പാപം ചരതി. ആരുടെ പ്രേരണ കൊണ്ടാണ് മനസ്സ് പാപം ചരതി? പാപം ചരതി പൂരുഷ. പൂരുഷ എന്ന വാക്കിനവിടെ അർത്ഥം ആണുങ്ങൾ എന്നല്ല. നിങ്ങൾ ഈ പുരുഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉണ്ടല്ലോ സംസ്കൃതത്തിൽ, അത് പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളായിട്ട് ഗ്രഹിക്കണം. സംസ്കൃതം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിന് മലയാളം പോലെ ഒറ്റ അർത്ഥമല്ല. അപ്പോൾ പുരുഷൻ എന്ന മലയാളത്തിൽ പറഞ്ഞാൽ ആണെന്നുള്ള അർത്ഥമാണ്. എന്നാൽ സംസ്കൃതത്തിൽ സന്ദർഭോചിതമായ അർത്ഥം മാറും. പുരുഷൻ എന്ന് പറയുന്നത് മനസ്സിനെ ചില സന്ദർഭങ്ങളിൽ പറയും.
പുരുഷ പ്രകൃതി സംയോഗം. അവിടെ പുരുഷൻ എന്നാൽ മനസ്സ് എന്നാണ്. ജീവാത്മ ആ അർത്ഥം വരുന്നത് എങ്ങനെ വെച്ചാൽ പുരം എന്ന് പറഞ്ഞാൽ ശരീരം. പുരത്തിൽ ശയിക്കുന്ന ഈശൻ, പുരി ശയന ഈശൻ ഇതി പുരുഷ. ഈ പുരം, ഈ ശരീരത്തെ പുരം എന്ന് വിളിക്കുക. നവദ്വാരേ പുരം 5-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, നിർദ്ദേശം കൊടുക്കുന്ന ബോധ മനസ്സുണ്ടല്ലോ. മനസ്സുണർന്നാലല്ലേ നമുക്ക് പല്ല് തേക്കാനും കുളിക്കാനും വസ്ത്രം മാറാനും ആഹാരം കഴിക്കാനും ബാത്റൂം ഒക്കെ നമുക്ക് തോന്നണമെങ്കിൽ മനസ്സുണരണമല്ലോ. അപ്പം ഇതിനൊക്കെ ഈ ശരീരത്തെ നിർബന്ധിക്കുന്ന, പ്രേരിപ്പിക്കുന്ന മനസ്സിനെയാണ് ഇവിടെ ഈശൻ. ഈശൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നയിക്കുന്ന, ഇതിനെ പ്രേരിപ്പിക്കുന്ന, നിർദ്ദേശം കൊടുക്കുന്ന മനസ്സിനെ. അപ്പം അതുകൊണ്ട് ജീവാത്മാവിനെയാണ്, ബോധ മനസ്സിനെയാണ് ഇവിടെ പുരുഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ പുരുഷൻ എന്നതിന് പൂർണ്ണത്വാത് പുരുഷ, പൂർണ്ണതയുള്ളത് കൊണ്ട് പുരുഷൻ. നിങ്ങൾ പുരുഷ സൂക്തമൊക്കെ കേട്ട് കാണാം. സൂക്തങ്ങളിൽ എല്ലാ ഇതിലും വരുന്ന ഭാഗത്തും വരുന്ന പുരുഷ സൂക്തം. അവിടെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറയുമ്പോൾ അവിടെ പുരുഷൻ എന്ന വാക്കിന് പൂർണ്ണത്വാത് പുരുഷ. പുരുഷോത്തമ യോഗം എന്ന് 15-ാം അധ്യായത്തിൽ വരുമ്പോൾ പൂർണ്ണത്വാത് പുരുഷ. അതാണ് ഈ സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. അതിന് ഓരോ സന്ദർഭങ്ങളിലും പല അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരേ വാക്ക് മലയാളത്തിലുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ ഭാര്യ ഭർത്താവിനെ ആളൊരു കള്ളനാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 1 കള്ളനാണെന്നാണ് അർത്ഥം. അച്ഛന്മാരെ മക്കളെ പോ കള്ളി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ കള്ളി എന്നുള്ളതൊക്കെ പോലീസുകാർ വിളിക്കുന്ന അർത്ഥത്തിലാണോ വിളിക്കുന്നത്? എന്നാൽ പോലീസുകാരൻ കള്ള എന്ന് വിളിച്ചാലോ എന്തൊരു സുന്ദര പേര്, നല്ലൊരു കള്ളൻ. അങ്ങനെ ഓമന പേരാണോ കള്ള എന്നുള്ളത്? അവിടെ നമ്പർ 1 ക്രിമിനലാണ്. എന്നാൽ വീട്ടിൽ പറയുമ്പോൾ കള്ളൻ കള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓമനത്വത്തിൽ വിളിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളും അർത്ഥം മനസ്സിലാക്കേണ്ടത് പുരുഷൻ എന്നാൽ ബോധമനസ്സ്. അപ്പോൾ ആരാൽ പ്രേരിതമായിട്ടാണ് ഈ മനസ്സ് പാപം ചരതി? ഇനി പാപം എന്ന വാക്ക് അതും വളരെ വളരെ പ്രധാനമാണ്. പാപം എന്നാൽ ഏതോ ദൈവങ്ങൾക്ക് കഴുകാനുള്ള സാധനമല്ല പാപം. പാപം ക്രിസ്ത്യൻ സമൂഹത്തെ അങ്ങനെയാണ് അച്ഛന്മാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ കുമ്പസരിച്ച് കഴിഞ്ഞാൽ ദൈവം കഴുകിക്കളയുന്നതാണ്. ഇങ്ങനെ ദൈവത്തിന് കഴുകാനുള്ളതല്ല പാപം. അങ്ങനെ ഒരാൾക്കും കഴുകിക്കളയാൻ പറ്റില്ല. പാപം എന്നാൽ മനസ്സിൻ്റെ ദൗർബല്യം എന്നർത്ഥം. മനസ്സ് തളർന്നു പോകുന്നതിനെയാണ്, മനസ്സ് ദുർബലമാകുന്നതിനെയാണ് പാപം എന്ന് പറയുക. അതായത് മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുഃഖം, വിഷമം, വിഷാദം, പരിഭവം, ഈ തരത്തിലുള്ള ദുർബലമാക്കുന്ന വികാരങ്ങളെയാണ് പാപം എന്ന് പറയുക. നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു ദൈവത്തിന് അത് കഴുകിക്കളയാൻ പറ്റുമോ? കഴുകിക്കളഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ ഈ ദൗർബല്യം ഉണ്ടാവരുത്. ഇപ്പോൾ വിഷമവും വേദനയും ഒന്നും മരിക്കുന്നത് വരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുക. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കാരാസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതല്ലേ സത്യം. നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ മരിക്കുമോ? എന്തു മനോഹര വരികളാണ് വയലാർ എഴുതിയത്. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ഓർമ്മകൾ മരിക്കില്ല. മരിക്കുവോളം നിങ്ങളുടെ പിന്നാലെ ഓർമ്മകൾ വരും. നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദൗർബല്യങ്ങളെ, ദുർബല ചിന്തകളെ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് എൻ്റെ മനസ്സിൽ പോവാതെ പിടിച്ചു നിൽക്കുന്നത്? കേനപ്രയുക്തോയം, വീണ്ടും വീണ്ടും ഞാൻ അതിൻ്റെ പരിധിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ആ പരിധിക്കപ്പുറത്തേക്ക് മറികടക്കാൻ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ആരാണെന്നെ അതിൽ തന്നെ പിടിച്ചു വയ്ക്കുന്നത്? പാപം ചരതി, എന്നെ ദുർബലമാക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ്? അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. ആരാൽ പ്രേരിതമായിട്ടാണ്
എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും ദുർബലതകളിലേക്ക് പോകുന്നത്? വളരെ നല്ല ഗംഭീര ചോദ്യമല്ലേ? കാരണം നമ്മൾ ആവില്ല എന്നൊക്കെ എത്രയോ നമ്മൾ സ്വയം തീരുമാനിച്ചാലും, ആരെങ്കിലും നമുക്ക് പ്രചോദനം തന്നാൽ, അച്ഛനും അമ്മയും പറയാം, മോളെ നീ ഇങ്ങനെ തളരരുത്, നീ ഇങ്ങനെ കരയരുത്, വിഷമിക്കരുത് പറഞ്ഞാൽ വിഷമം അങ്ങോട്ട് പോവുമോ? എത്ര നന്നായി ഒരാൾ പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ വീണ്ടും വിഷമം വരും, വീണ്ടും ദുഃഖങ്ങൾ വരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും അടിക്കടിക്ക് നമ്മളെ ആ ദുർബല ചിന്തകളിൽ ഏത് ശക്തിയാണ് പിടിച്ചു നിർത്തുന്നത്? അതിന്ന് പുറത്ത് കിടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാത്തത് ഏതൊക്കെ ശക്തികളാണ്? അതായത് ഈ മദ്യപാനികളുടെ അവസ്ഥ പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ. മദ്യപാനി എന്ന് പുറത്ത് കിടക്കണം എന്ന് വിചാരിച്ചാൽ പോലും ആ ഫ്രണ്ട്ഷിപ്പ് അയാളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നീ അങ്ങനെ നിർത്തോ, ഇന്നും കൂടെ കുടിക്കരുത്, ഇന്നും കൂടെ ഇന്നത്തോടുകൂടി നിർത്തിക്കോളും. എവിടെ? നാളെ അത് തന്നെ. അപ്പം അതുകൊണ്ട് മദ്യപാനിക്ക് ഒരിക്കലും മദ്യപാനം നിർത്താൻ പറ്റാത്തതിന് കാരണം ആ അഡിക്ഷൻ വന്ന് അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ, സ്വാധീനിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമ്പോൾ അവർക്കതിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാതെ വരുന്നു. ആരോ പ്രേരിതമായിട്ട് അവരുടെ മനസ്സ് വീണ്ടും ആ ദൗർബല്യത്തിലേക്ക് കൂപ്പുകുത്തി വീണു. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. മനസ്സിൽ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ഏത് ശക്തിയാണ് നമ്മളെ അതിലേക്ക് അങ്ങനെ അടിച്ചിരുത്തി വീഴ്ത്തുന്നത്? ആരാണതിനെ പ്രേരിപ്പിക്കുന്നത്? കേന പ്രയുക്തോയം പാപം ചരതി. എന്ത് ഗംഭീരാണ് നോക്കൂ. എന്നിട്ട് പറയണു, അനിശ്ചന്നഭിവാഷ്ണേയ. സത്യത്തിൽ എനിക്ക് തളരണം, ദുർബലയാവണം ആഗ്രഹമില്ല. ആർക്കാ ഇവിടെ ആഗ്രഹമുള്ള തളരണമെന്ന്? വേദനയും ദുരിതവും അനുഭവിച്ച് ജീവിതം തീർക്കണമെന്ന് ആർക്കാഗ്രഹമുണ്ട്? ആർക്കും ആഗ്രഹമില്ല. അനിശ്ചന്നഭി. നോബഡി വാണ്ട്സ് സച്ച് എ റിച്ചഡ് ലൈഫ്. എല്ലാവർക്കും വേണ്ടത് കരുത്തിൻ്റെ, ശക്തിയുടെ, ഉണർവിൻ്റെ, ഊർജത്തിൻ്റെ ജീവിതമാണ്. പക്ഷേ ആരോ പ്രേരിപ്പിച്ച്, ആരുടെയോ പ്രേരണ കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ദൗർബല്യത്തിലേക്ക് വീണു പോകുന്നു. കൃഷ്ണ ബലാദിവ നിയോജിത്. ബലാദ്, എന്നെ ഏതോ ശക്തി അതിലേക്ക് തള്ളിവിടുന്നു. ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും എനിക്കൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന കുട്ടികളെ പോലെ അവരിങ്ങനെ ആദ്യം വിചാരിക്കും, ഇൻ്റർവ്യൂവിനൊന്നും പോകുമ്പോൾ പേടിക്കരുത്, ശ്വാസം ബലമൊക്കെ പിടിച്ചിട്ടാവും അവിടെ പോകുന്നുണ്ടാവുക. ആദ്യം തന്നെ അവിടുത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ ഡ്രസ്സ് പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല, വൈ യുവർ ഡ്രസ്സ് ഈസ് ലൈക്ക് ദിസ്. കഴിഞ്ഞു കഥ. അപ്പോഴേക്കും ഗ്യാസ് പോയി. പിന്നെ കാല് വിറയ്ക്കാൻ തുടങ്ങി. ചിലർക്കാണെങ്കിൽ എന്താ പറയുക, വേർത്ത് ശരീരം നനയാൻ തുടങ്ങും, ചിലർക്ക് അല്ലാതെ നനയാൻ തുടങ്ങും. ഈ തരത്തിലൊക്കെ പ്രശ്നങ്ങൾ. കുട്ടികൾ കണ്ടില്ലേ, സ്റ്റേജിൽ കയറി എന്തെങ്കിലും പ്രോഗ്രാം നിർബന്ധിച്ച്, അവർക്ക് അത്ര ഒരു റിലാക്സേഷനുള്ള കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത കുട്ടികളൊക്കെ പേടിച്ച് മൂത്രമൊഴിക്കുക പറയില്ലേ, ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പം ആരാണ് നമ്മളെ ദുർബലരാവാൻ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്നത്? അതായത് പുറത്തല്ല, ഉള്ളിലിരുന്ന് ആരോ നമ്മളെ തള്ളിവിടുന്നു. നമ്മൾ കരുത്തരാവണം, ശക്തരാവണം, ധീരരാവണം എന്ന് വിചാരിച്ചാൽ പോലും സംവേർ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നാം പെട്ടെന്ന് കാല് തന്നെ വീഴുന്നത് പോലെ നമ്മുടെ വിഷമവേദന വിഷാദങ്ങളിലേക്ക് പെട്ടെന്ന് പ്രകോപിതരായി പോകുന്നു. നോക്കൂ നിങ്ങൾ, ചിലർക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. പറയരുത്, ഞാൻ ചീത്തവാക്ക് പറയരുത്, എൻ്റെ നിയന്ത്രണം വിട്ടുപോകരുത്, ഞാൻ അങ്ങനെ പൊട്ടിത്തെറിക്കരുത്. ചെറിയ നിസ്സാര കാര്യം മതി, ടാപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും പൊട്ടിത്തെറിക്കാൻ. അപ്പം ആ ഒരു തരത്തിൽ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് പറ്റാത്തത് ഏത് ശക്തിയുടെ സ്വാധീനം കൊണ്ടാണ്? അർജുനൻ്റെ ഈ ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പലർക്കും മനസ്സിന് നിയന്ത്രണമില്ലാത്ത കാലം. കുടുംബ ബന്ധം തകർക്കാൻ ഒരൊറ്റ വാക്കുമതി, ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ, ജീവിതം തന്നെ തകർക്കാൻ മറ്റുള്ളവരുടെ ചില വാക്കുകൾ മതി. കൂട്ടുകാർ പരിഹസിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പ്രകോപനം കൊണ്ട് ഭാര്യയുടെ വയറ്റത്ത് ചവിട്ടി ഭാര്യയും മരിക്കുന്നു, അവസാനം ജയിലിൽ പോവേണ്ട എത്രയോ ആളുകൾ. ഇങ്ങനെ ദിനം പ്രതി പത്രവാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിയന്ത്രണം വിടുന്ന മനസ്സ് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും വിഷമവും വേദനയും
ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകത്തിൻ്റെ, അർജുനൻ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെയും കൃഷ്ണൻ തരുന്ന ഉത്തരത്തിൻ്റെയും ആവശ്യകത നമുക്കിന്ന് ഉണ്ട്. കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അർജുനൻ്റെ ചോദ്യവും അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയും ജീവിതത്തിൽ തളരാതിരിക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.